ന്യൂനപക്ഷങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സ്വയം ഭരണമില്ലെന്ന് അലഹബാദ് ഹൈക്കോടതി. നിയമങ്ങൾക്കെതിരായ ഒരു കവചമല്ല ന്യൂനപക്ഷ പദവിയെന്നും ബഹുമാനപ്പെട്ട അലഹബാദ് ഹൈക്കോടതി നിരീക്ഷിച്ചു. ഗോരഖ്പൂരിലെ അറബിയ ഷംസുൽ ഉലൂമിലെ മദ്രസയിൽ അധ്യാപകരെയും അനധ്യാപകരെയും നിയമിക്കാൻ നടത്തിയ നീക്കത്തിനെതിരെയാണ് കോടതിയുടെ നിർണായക പരാമർശം. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? ശ്യാം, അഞ്ജുമാൻ ഖദ്രി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ വളരെ നിർണായകമായ ഒരു ഉത്തരവ് നിലനിൽക്കുന്നു. അതായത് ഈ പരമ്പരാഗത ഇസ്ലാമിക യോഗ്യതകൾ അല്ലെങ്കിൽ ബിരുദങ്ങളൊന്നും തന്നെ ഈ മദ്രസ അധ്യാപകരുടെ യോഗ്യതയായി കണക്കാക്കരുത് എന്നുള്ളതായിരുന്നു സുപ്രീം കോടതി വിധി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ മെയ്യിൽ ഉത്തർപ്രദേശ് സർക്കാർ ഒരു കൃത്യമായൊരു നോട്ടീസ് ഇറക്കിയിരുന്നു. തുടർന്ന് ഇനി അങ്ങോട്ടുള്ള നിയമനങ്ങൾ അതിന് ഈ സർക്കാർ ഉത്തരവ് പ്രകാരം മാത്രമേ ആകാവൂ. ഇതുമായി ബന്ധപ്പെട്ട യോഗ്യതകളും മറ്റും പഠിക്കാൻ പ്രത്യേക കമ്മിറ്റിയെ രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി നിലവിൽ വന്ന് അതുമായി ബന്ധപ്പെട്ട പഠനത്തിന് ശേഷം മാത്രം യോഗ്യതകൾ കൃത്യമായി തന്നെ ഡിക്ലെയർ ചെയ്യും. അതിനുശേഷം മാത്രമേ മേലിൽ മദ്രസകളിൽ ഇത്തരം അധ്യാപകരെ നിയമിക്കാവൂ എന്നുള്ള കൃത്യമായ ഉത്തരവ് ഉത്തർപ്രദേശ് സർക്കാർ നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ ഉത്തരവിനെ മാനിക്കാതെയാണ് ഈ ഗോരഖ്പൂരിലെ ഒരു മദ്രസ അവിടെ ഒരു ഹിന്ദി പത്രത്തിൽ 5 വേക്കൻസികൾ, അധ്യാപകരുടെയും അനധ്യാപകരുടെയും 5 വേക്കൻസികൾ സംബന്ധിച്ച് പരസ്യം നൽകിയിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത് ആ മദ്രസ മാനേജ്മെന്റ് കമ്മിറ്റി തമ്മിലുള്ള തർക്കത്തെ തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നത്. തുടർന്ന് ഈ ഇപ്പോഴത്തെ മാനേജ്മെന്റ് കമ്മിറ്റി കോടതിയെ സമീപിക്കുകയായിരുന്നു. തുടർന്നാണ് കോടതി ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിധിന്യായങ്ങൾ അല്ലെങ്കിൽ കൃത്യമായ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അതായത് ന്യൂനപക്ഷ പദവി എന്നുള്ളത് അത് നിയമങ്ങളെ മറികടക്കുവാനുള്ള കവചമായി ഉപയോഗിക്കരുത് എന്നുള്ളതാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. സർക്കാർ കൃത്യമായ മാനദണ്ഡങ്ങൾ നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ നൽകും. അതുവരെ ഈ ഉത്തരവുകളൊന്നും അല്ലെങ്കിൽ ഈ നിയമനങ്ങൾ നടത്തരുത് എന്നുള്ള കൃത്യമായ ഉത്തരവ് നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട പരസ്യം നൽകാൻ കഴിയുക എന്നുള്ളത് കോടതി ചോദിച്ചു. മാത്രമല്ല, രാജ്യത്ത് നിയമാനുസൃതമായി നടന്നു പോകുന്ന ന്യൂനപക്ഷ സ്ഥാപനങ്ങളുണ്ട്. ആ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് കൂടി അപമാനമാകുന്ന തരത്തിലാണ് ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി കാട്ടിയത് എന്നുള്ളതാണ് പ്രധാനമായും കോടതി നിരീക്ഷിച്ചത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഈ നിയമന പ്രക്രിയ നിയമവിരുദ്ധവും ഏകപക്ഷീയവും അതേപോലെ തന്നെ സർക്കാർ നയത്തിന് വിരുദ്ധവുമാണെന്നും കോടതി നിരീക്ഷിക്കുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 30 ക്ലോസ് 1 കൃത്യമായി ഈ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്കുള്ള പദവികൾ അല്ലെങ്കിൽ അവരുടെ ഭരണഘടനാപരമായ കർത്തവ്യങ്ങളൊക്കെ തന്നെ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് ഈ രാജ്യത്തെ നിയമത്തെ മറികടക്കുവാനുള്ള ഒരു ആയുധമാക്കരുത് എന്നുള്ളതാണ് പ്രധാനമായും കോടതി നിരീക്ഷിച്ചത്. മാത്രമല്ല, സുപ്രീം കോടതി പോലും ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിധിന്യായങ്ങൾ വ്യക്തമാക്കിയപ്പോൾ അതിനെ മറികടക്കുവാൻ രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ നൽകിയ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ സർക്കാർ പുറപ്പെടുവിച്ച നിയമങ്ങൾ അതിനെ മറികടക്കുവാൻ ഒരു ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്കും അവകാശമില്ല എന്നുള്ളതാണ് കോടതി നിരീക്ഷിച്ചത്. അതിനൊപ്പം തന്നെ ഇത്തരം നടപടികൾ മറ്റ് മാതൃകാപരമായി നടന്നു പോകുന്ന ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് വിരുദ്ധമാണ്, അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങളുടെ കൂടി പേര് കെടുത്തുന്നതാണ്. മുഴുവൻ ഇസ്ലാമിക സമൂഹത്തിന് ഇത്തരം നടപടികൾ നാണക്കേടുണ്ടാക്കുമെന്നുള്ളതാണ് കോടതി കൃത്യമായി നിരീക്ഷിച്ചിരിക്കുന്നത്. ശ്യാം.